Hi everyone and welcome to my channel. My name is Vinayak PG and this is PG Creation. Hi friends, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ഷെൽ സ്ക്രിപ്റ്റിംഗ് എന്നാണ്. ഷെൽ സ്ക്രിപ്റ്റിംഗ് ഇസ് എ ടൈപ്പ് ഓഫ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ലൈക്ക് എനി അതർ ലാംഗ്വേജ് C, C++, പൈത്തൺ അതേപോലെ മറ്റുള്ള പ്രോഗ്രാം ലാംഗ്വേജ് പോലെ ഷെൽ സ്ക്രിപ്റ്റിംഗും ഒരു ലാംഗ്വേജ് ആണ്. മറ്റുള്ള ലാംഗ്വേജിലുള്ള പോലെ ആൽഗോരിതംസും ഫ്ലോ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ നമ്മുടെ ഷെൽ സ്ക്രിപ്റ്റിംഗിലുണ്ട്. ഫ്ലോ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് പറഞ്ഞാൽ ഇഫ്, എൽസ് ഇഫ്, ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ് ഇതൊക്കെ നമ്മുടെ ഷെൽ സ്ക്രിപ്റ്റിംഗിന് യൂസ് ചെയ്യാൻ പറ്റും. ഷെൽ സ്ക്രിപ്റ്റ് പറഞ്ഞാൽ ബേസിക്കലി എന്താ കളക്ഷൻ ഓഫ് ഷെൽ കമന്റ്സ് സേവ്ഡ് ഇൻ എ ഫയൽ. അതായത് നമ്മളൊരു .sh ഫയൽ ക്രിയേറ്റ് ചെയ്തു. അതിൽ കളക്ഷൻ ഓഫ് ഷെൽ കമന്റ്സ് നമ്മളിപ്പോ പഠിച്ച കമന്റ്സ് ഒക്കെ ഇല്ലേ, എക്കോ അതൊക്കെ നമ്മൾ ടെർമിനലിൽ അറ്റ് എ ടൈം ഒരു കമന്റ് ടൈപ്പ് ചെയ്യുന്നു, അതിന്റെ ഔട്ട്പുട്ട് കിട്ടുന്നു. അതിന് വരെ നമുക്ക് മോർ ദാൻ വൺ കമന്റ് കളക്ഷൻ ഓഫ് കമന്റ്സ് നമ്മൾ ഒരു ഫയലിൽ സേവ് ചെയ്യുക. അതിനെയാണ് നമ്മൾ ഷെൽ സ്ക്രിപ്റ്റ് പറയുക. ആ ഷെൽ സ്ക്രിപ്റ്റ് നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ എനി കളക്ഷൻ ഓഫ് ഷെൽ കമന്റ്സ് ക്യാൻ ബി സ്റ്റോർഡ് ഇൻ എ ഫയൽ വിച്ച് ഇസ് ദെൻ കോൾഡ് ഷെൽ സ്ക്രിപ്റ്റ്. ദെൻ അത് പ്രോഗ്രാം ചെയ്യുക. പ്രോഗ്രാമിംഗ് ദിസ് സ്ക്രിപ്റ്റ് ഈസ് കോൾഡ് ആസ് ഷെൽ സ്ക്രിപ്റ്റിംഗ്. അതിനെ പ്രോഗ്രാം ചെയ്ത് അതിന് പറയുന്ന പേരാണ് ഷെൽ സ്ക്രിപ്റ്റിംഗ്. സ്ക്രിപ്റ്റ് ഹാവ് വേരിയബിൾസ് ആൻഡ് ഫ്ലോ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് ലൈക്ക് അതർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമ്മൾ പറഞ്ഞത്. പിന്നെ ഷെൽ സ്ക്രിപ്റ്റ് ഈസ് ഇന്റർപ്രറ്റഡ് നോട്ട് കമ്പയർഡ്. നമ്മുടെ സി ഫയലൊക്കെ എങ്ങനെ റൺ, സി പ്രോഗ്രാം ഒക്കെ എങ്ങനെ റൺ ചെയ്യുക, ആദ്യം സി പ്രോഗ്രാം ഒരു കോഡ് എഴുതും. അതിനുശേഷം ആ കോഡ് നമ്മൾ മെഷീൻ മനസ്സിലാവുന്ന കോഡായിട്ട് കൺവേർട്ട് ചെയ്യാൻ കമ്പൈലർ യൂസ് ചെയ്യും. കമ്പൈലർ യൂസ് ചെയ്തിട്ട് കമ്പൈൽ ചെയ്താൽ നമുക്കൊരു എക്സിക്യൂട്ടബിൾ ഔട്ട്പുട്ട് ഫയൽ കിട്ടും. അതാണ് നമ്മൾ റൺ ചെയ്യുക. പക്ഷെ നമ്മുടെ ഷെൽ സ്ക്രിപ്റ്റിംഗ് അങ്ങനെയല്ല, ഇന്റർപ്രിറ്റർ ആണ്. ഷെൽ സ്ക്രിപ്റ്റ് ഇന്റർപ്രിറ്റർ, അതായത് നമ്മുടെ ഷെല്ലാണ് ഇന്റർപ്രിറ്റ് ചെയ്യുക. അതായത് വെൻ യു റൺ ദി സ്ക്രിപ്റ്റ് ദി ഷെൽ ആക്ട് ആസ് ദി ഇന്റർപ്രിറ്റർ. നമ്മുടെ ഏത് ഷെല്ലാണോ, ബാഷ് ഷെല്ലാണോ, ഷെല്ലാണ് ഇന്റർപ്രിറ്റ് ചെയ്യുക. ബാഷ് അല്ലെങ്കിൽ ബാഷ്, എസ് ഷെല്ലാണെങ്കിൽ എസ് ഷെല്ല്, ഷെൽ ഇന്റർപ്രിറ്റ് ചെയ്യും. അതിനുശേഷം റീഡിംഗ് ആൻഡ് എക്സിക്യൂട്ടിംഗ് കമാൻഡ് ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് റൺ ചെയ്യുക. അതായത് നമ്മുടെ ഷെൽ സ്ക്രിപ്റ്റ് യൂസ് ചെയ്തിട്ട് നമ്മളൊരു ഫയലത്തെ പ്രോഗ്രാം റൺ ചെയ്യുകയാണെങ്കിൽ ഒരു ഫയലില് ഷെൽ സ്ക്രിപ്റ്റ് അടങ്ങിയ കോഡ് റൺ ചെയ്യുമ്പോൾ ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് കോഡ് റൺ ചെയ്യുക. ഫസ്റ്റ് ലൈൻ റൺ ചെയ്യും, അതിനുശേഷം സെക്കൻഡ് ലൈൻ, തേർഡ് ലൈൻ, ഫോർത്ത് ലൈൻ, ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് റൺ ചെയ്യുക. അതിൽ നമ്മൾ കമ്പൈലർ യൂസ് ചെയ്യില്ല. ഷെല്ലാണ് ഇന്റർപ്രിറ്റർ ആണ് വർക്ക് ചെയ്യുക. ഷെൽ ആക്ട് ആസ് ഇന്റർപ്രിറ്റർ. നമ്മൾ യൂസ് ചെയ്യുന്നത് ബാഷ് ഷെൽ ആയതുകൊണ്ട് ബാഷ് ഷെൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. പിന്നെ നമുക്ക് ഹാർഡ്വെയർ ഡിപ്പെൻഡൻസി, ഹാർഡ്വെയർ ആയിട്ട് എത്രയാണ് ക്ലോസ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ലാംഗ്വേജിന്റെ മെയിൻ ആയിട്ട് മൂന്നായിട്ട്, അതായത് ലോ ലെവൽ, മിഡിൽ ലെവൽ, ഹൈ ലെവൽ ആയിട്ട് മൂന്നായിട്ട് മെയിൻ ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ലോ ലെവൽ എന്ന് പറഞ്ഞ അസംബ്ലി ലാംഗ്വേജ്, അത് ഹാർഡ്വെയർ ആയിട്ട് വെരി ക്ലോസ് ആണ്. ഡിപ്പെൻഡിങ് ഓൺ ദി പ്രോസസർ ഇൻസ്ട്രക്ഷൻ സെറ്റ്. അതായത് നമ്മുടെ ലോ ലെവൽ പറഞ്ഞാൽ പ്രോസസറിന്റെ ഇൻസ്ട്രക്ഷൻ സെറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതായത് നമ്മളിപ്പോ ഒരു കോഡ് എഴുതി, ഞാനിപ്പോ ഒരു ഇന്റലിന് ഒരു കോഡ് എഴുതി. ഇഫ് യു റൈറ്റ് അസംബ്ലി കോഡ് ഇന്റലിന് എഴുതി, ദെൻ നമ്മൾ ആർക്കിടെക്ചർ ചേഞ്ച് ചെയ്തിട്ട് ARM ലാണ് ആ കോഡ് ചെയ്യാൻ നോക്കണമെങ്കിൽ യു മസ്റ്റ് ലേൺ ARM ഇൻസ്ട്രക്ഷൻ സെറ്റ് ടു. അതായത് ARMന്റെ ഇൻസ്ട്രക്ഷൻ സെറ്റും കൂടി നമ്മൾ പഠിച്ചിരിക്കണം. ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ കോഡ് അവിടെ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് അസംബ്ലി ലാംഗ്വേജ് ഇസ് വെരി ഹാർഡ്വെയർ സ്പെസിഫിക്. ഹാർഡ്വെയറിന് വളരെ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ലാംഗ്വേജ് ആണ് അസംബ്ലി ലാംഗ്വേജ്. ഇന്റൽ ആൻഡ് ARM ഹാവ് ഡിഫറെന്റ് ആർക്കിടെക്ചർ. ഇന്റലിനും ARMനും ഡിഫറെന്റ് ആർക്കിടെക്ചർ ആണ്. അപ്പൊ ഞാനിപ്പോ ഇന്റലിന് ഒരു കോഡ് എഴുതി. ഇന്റലിനും ARMനും ഒക്കെ സ്വന്തമായിട്ട് ഒരു ഇൻസ്ട്രക്ഷൻ സെറ്റ് ഉണ്ട്. Each has its own instruction set. The low level commands the processor understands. The low level commands ആണ് പ്രോസസറിന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. അപ്പൊ ഞാനൊരു കോഡ് എഴുതി, അതുകൊണ്ട് തന്നെ സോ യു കനോട്ട് ഡയറക്ട്ലി കോപ്പി ഇന്റൽ അസംബ്ലി കോഡ് ടു ARM. ഞാൻ കോഡ് എഴുതി, ഒരു ഇന്റലിന്റെ കോഡ് എഴുതിയിട്ട് അത് ഇന്റലിൽ ചെയ്യുന്ന അതേ കോഡ് കോപ്പി ചെയ്തിട്ട് ARMൽ ചെയ്യാൻ നോക്കിയാൽ അത് വർക്ക് ആവില്ല. അതുകൊണ്ട് തന്നെ ARMന്റെ ഇൻസ്ട്രക്ഷൻ സെറ്റും കൂടി നമ്മൾ പഠിച്ചിരിക്കേണ്ടി വരും. ഡിഫറെന്റ് ആർക്കിടെക്ചറിന്റെ ഇൻസ്ട്രക്ഷൻ സെറ്റും പഠിച്ചിരിക്കണം. അതുകൊണ്ട് യു മസ്റ്റ് റീറൈറ്റ് ഇറ്റ് യൂസിങ് ARM ആർക്കിടെക്ചർ. അതുകൊണ്ട് തന്നെ ആ കോപ്പി പേസ്റ്റ് കോഡ് പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ARMന്റെ ആർക്കിടെക്ചറിനനുസരിച്ച് ആ കോഡ് റീറൈറ്റ് ചെയ്യണം. അതിനുശേഷം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് വളരെ ഫാസ്റ്റ് ആണ് എക്സിക്യൂട്ട് ചെയ്യാൻ, പക്ഷെ നമുക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. ഹാർഡ് ടു ലേൺ ആൻഡ് ചേഞ്ച്. പിന്നെ ഹൈ ലെവൽ ലാംഗ്വേജ് പറഞ്ഞാൽ ഹാർഡ്വെയർ ഡിപ്പെൻഡന്റ് അല്ല. അതാണ് നമ്മൾ പറഞ്ഞ ഷെൽ സ്ക്രിപ്റ്റ്. പിന്നെ സെയിം കോഡ് ക്യാൻ റൺ ഓൺ ഡിഫറെന്റ് സിസ്റ്റംസ്. ഒരേ കോഡ് തന്നെ ഡിഫറെന്റ് കോഡ് സിസ്റ്റത്തിൽ നമുക്ക് റൺ ചെയ്യാൻ പറ്റും. ഡിഫറെന്റ് സിസ്റ്റത്തിൽ റൺ ചെയ്യാൻ പറ്റും. കനോട്ട് ഡയറക്ട്ലി കൺട്രോൾ ഹാർഡ്വെയർ ഡയറക്ട്ലി കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പിന്നെയാണ് മിഡിൽ ലെവൽ പറഞ്ഞാൽ ലോ ലെവലിന്റെയും ഹൈ ലെവലിന്റെയും അഡ്വാൻറ്റേജ് രണ്ടും കൂടിയിട്ടുള്ളതാണ് മിഡിൽ ലെവൽ ലാംഗ്വേജ്. അതിന്റെ എക്സാമ്പിൾ ആണ് സി ലാംഗ്വേജ്. സി ലാംഗ്വേജ് ആണ് അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ. അതുകൊണ്ട് തന്നെ സി ലാംഗ്വേജ് എംബഡ് സിസ്റ്റത്തിലൊക്കെ നന്നായി യൂസ് ചെയ്യും. മോസ്റ്റ് പവർഫുൾ ലാംഗ്വേജ് ആണ്. എന്തുകൊണ്ടാണ് നമുക്ക് ഡിഫറെന്റ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്? ലോ ലെവൽ, ഹൈ ലെവൽ, മിഡിൽ ലെവൽ ലാംഗ്വേജ്, ഒറ്റ ലാംഗ്വേജ് പോലെ എല്ലാത്തിനും കൂടി യൂസ് ചെയ്യാം. പക്ഷെ നമുക്ക് എപ്പോഴും ഒരേ ആവശ്യമായിരിക്കില്ല വരിക. ഇടയ്ക്ക് നമുക്ക് ഹാർഡ്വെയർ ഡിപ്പെൻഡൻസ് കൂടുതൽ വരും, ഇടയ്ക്ക് നമുക്ക് അത് വേണ്ടി വരില്ല. അപ്പൊ ഈച്ച് ലാംഗ്വേജ് ഹാസ് ഇറ്റ്സ് അഡ്വാൻറ്റേജ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജ്. എല്ലാ ലാംഗ്വേജിനും അതിൻ്റെതായ അഡ്വാൻറ്റേജ് ഉണ്ട്, ഡിസ്അഡ്വാൻറ്റേജ് ഉണ്ട്. അസംബ്ലീസ് ഫാസ്റ്റ് ആണ്, പക്ഷെ റൈറ്റ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ ആ കോഡ്. ഷെൽ സ്ക്രിപ്റ്റിംഗ് സിമ്പിൾ ആണ്, സിമ്പിൾ കോഡാണ്. സി രണ്ടായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും, പവർഫുൾ ആണ്, ഫ്ലെക്സിബിൾ ആണ്. ഓരോ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള കോഡ് യൂസ് ചെയ്യാൻ പറ്റും, ഇഷ്ടമുള്ള ലാംഗ്വേജ്.
പിന്നെ പ്രോഗ്രാമും സ്ക്രിപ്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പ്രോഗ്രാം പറഞ്ഞാൽ നമ്മൾ ആദ്യം സ്ക്രിപ്റ്റ് എന്താണെന്ന് വ്യത്യാസം നോക്കാം. സ്ക്രിപ്റ്റ് പറഞ്ഞാൽ എക്സിക്യൂട്ടബിൾ ടെസ്റ്റ് ഫയൽസ് റൺ ബൈ ഇന്റർപ്രിറ്റർ. ഇന്റർപ്രിറ്റർ പറഞ്ഞാൽ നമ്മുടെ ടെർമിനലിൽ ബാഷ് ഷെല്ലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഏത് ഷെല്ലാണോ ബാഷ് ഷെല്ല് വെച്ചിട്ട് SS ഷെല്ല് ഏത് ഷെല്ല് വെച്ചിട്ടാണോ റൺ ചെയ്യാൻ പറ്റും. നമ്മുടെ കയ്യിൽ ബാഷ് ഷെല്ല് വെച്ചിട്ടാണ് റൺ ചെയ്യുക. അപ്പൊ എക്സിക്യൂട്ടബിൾ ടെസ്റ്റ് ഫയൽസ് റൺ ബൈ ഇന്റർപ്രിറ്റർ വെച്ചിട്ടാണ് റൺ ചെയ്യുക. ഇന്റർപ്രിറ്റർ പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ബാഷ് ഷെല്ല് വെച്ച് റൺ ചെയ്യാൻ പറ്റും. ഷെൽ ആക്ട് ആസ് ദി ഇന്റർപ്രിറ്റർ. നമ്മൾ പറഞ്ഞില്ലേ ഷെല്ലാണ് ഇന്റർപ്രിറ്റർ ആക്ട് ചെയ്യുക. നമ്മുടെ കയ്യിൽ ബാഷ് ഷെല്ല്. കമാൻഡ് റൺ ലൈൻ ബൈ ലൈൻ. നമ്മുടെ ഫയലിൽ ഇപ്പോൾ കുറെ ലൈൻസ് ഉണ്ടെങ്കിൽ ലൈൻ ബൈ ലൈൻ, ഫസ്റ്റ് ലൈൻ, സെക്കൻഡ് ലൈൻ, തേർഡ് ലൈൻ, ഫോർത്ത് ലൈൻ, അടുത്ത ലൈൻ, നെക്സ്റ്റ് ലൈൻ, അങ്ങനെ ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് കോഡ് റൺ ആയി. എക്സാമ്പിൾ ആണ് ഷെൽ സ്ക്രിപ്റ്റ് ഫോർ ഓട്ടോമാറ്റിക് ടെസ്റ്റിംഗ് ഇൻ ഇൻഡസ്ട്രീസ്. ഷെൽ സ്ക്രിപ്റ്റ് നമ്മുടെ അതിനുള്ള എക്സാമ്പിൾ ആണ്. പിന്നെ പ്രോഗ്രാംസ് പറഞ്ഞാൽ റിട്ടൺ ഇൻ കമ്പയർഡ് ലാംഗ്വേജ് ലൈക്ക് സി. അതായത് നമ്മളൊരു .c ഫയലിൽ നമ്മൾ ആദ്യം കോഡ് എഴുതും. അതിനുശേഷം ആ കോഡ് കമ്പയർ ചെയ്താൽ മാത്രമേ മെഷീൻ അണ്ടർസ്റ്റാൻഡ് ആവുള്ള കോഡ് ആവുള്ളൂ. അതിന് GCC കമ്പൈലർ ആണ് നമ്മൾ C കോഡ് റൺ ചെയ്യാൻ യൂസ് ചെയ്യുക. അപ്പൊ നമ്മളൊരു കമ്പൈലർ യൂസ് ചെയ്യും. നീഡ് എ കമ്പൈലർ ടു ക്രിയേറ്റ് എൻ എക്സിക്യൂട്ടബിൾ ഫയൽ ആകുമ്പോൾ നമ്മുടെ C കോഡ് ഒക്കെ ആണെങ്കിൽ .out പറഞ്ഞിട്ടൊരു ഫയൽ കിട്ടും. എക്സിക്യൂട്ട് ചെയ്താൽ അങ്ങനെ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യും C പ്രോഗ്രാമിനാണ്. അതിനുശേഷം റൺ ദി എൻറ്റയർ കമ്പൈൽ കോഡാണ് നമ്മൾ റൺ ചെയ്യുക. ലൈൻ ബൈ ലൈൻ അല്ല ചെയ്യുക. നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു കോഡ് കംപ്ലീറ്റ് ആയിട്ടാണ് നമ്മൾ റൺ ചെയ്യുക. ലൈൻ ബൈ ലൈൻ ആയിട്ട് നമ്മുടെ പ്രോഗ്രാമിൽ റൺ ചെയ്യുക. ദെൻ ഷെൽ സ്ക്രിപ്റ്റ് നമ്മൾ വെരി യൂസ്ഫുൾ ആണ്. നമ്മൾ എവിടെയൊക്കെ യൂസ് ചെയ്യും? സിസ്റ്റം അഡ്മിനിസ്ട്രേഷനിൽ യൂസ് ചെയ്യും. ബാക്കപ്പ് ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ, യൂസേഴ്സ് മാനേജ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യും. പിന്നെ നമ്മൾ ഡെവലപ്മെന്റ് ആൻഡ് ടെസ്റ്റിങ്ങിനൊക്കെ യൂസ് ചെയ്യും. പിന്നെ യൂസ് ചെയ്യുക ഡെയിലി യൂസേജ്. നമുക്ക് ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഇമെയിൽസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഓട്ടോമേറ്റഡ് ഇമെയിൽ സെൻഡ് ചെയ്യാനൊക്കെ അതിന് നമ്മൾ ഷെൽ സ്ക്രിപ്റ്റ് യൂസ് ചെയ്യും. പിന്നെ വാട്ട് ഈസ് എ ഷെബാങ്? നമ്മളിപ്പോൾ ഷെൽ സ്ക്രിപ്റ്റ് കോഡ് എഴുതാണെങ്കിൽ ഷെബാങ് നിർബന്ധമാണ്. അതായത് ഷെബാങ് പറഞ്ഞാൽ ഈ ഒരു രണ്ട് സിമ്പിൾ നമ്മൾ ആദ്യം കൊടുക്കണം. ഷെബാങ് ഈസ് സ്പെഷ്യൽ ലൈൻ അറ്റ് ദി ടോപ്പ് ഓഫ് ദി സ്ക്രിപ്റ്റ് ഫയൽ. നമ്മളൊരു സ്ക്രിപ്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ടോപ്പിൽ ഇത് കൊടുക്കും. ഇറ്റ് ടെൽസ് ദി സിസ്റ്റം വിച്ച് ഇന്റർപ്രിറ്റർ ഷുഡ് റൺ ദി സ്ക്രിപ്റ്റ്. അതായത് നമ്മുടെ ഇന്റർപ്രിറ്റർ പറഞ്ഞ ഷെല്ലാണ്. നമ്മുടെ ബാഷ് ഷെല്ല്, SH ഷെല്ല്, കാഷ് ഷെല്ല്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഷെല്ല് ഉണ്ട്. അപ്പൊ നമ്മളൊരു കോഡ് എഴുതുമ്പോൾ ഏറ്റവും ടോപ്പ് ലൈനിൽ ഷെബാങ് ക്യാരക്ടർ കൊടുക്കും. അതിനുശേഷം ഏത് ഇന്റർപ്രിറ്റർ ആണ് കോഡ് ചെയ്യേണ്ടത് അതിന്റെ പാത്ത് കൊടുക്കും. ബാഷ് ഷെല്ലാണ് കോഡ് ചെയ്യേണ്ടെങ്കിൽ ബാഷ് ഷെല്ലിന്റെ പാത്ത് കൊടുക്കും. അതായത് ആദ്യം ഈ ഒരു ക്യാരക്ടർ കൊടുക്കും. അതിനുശേഷം അബ്സല്യൂട്ട് പാത്ത് ഓഫ് ദി ഇന്റർപ്രിറ്റർ. അബ്സല്യൂട്ട് പാത്ത് പറഞ്ഞാൽ റൂട്ട് സിസ്റ്റത്തിനാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ റൂട്ട്, അതിനുശേഷം ബിന്ന്, അതിനുശേഷം ബാഷ്. ഈ ഒരു പാത്താണ് ബാഷിന്റെ പാത്ത്. ഈ ബാഷിന്റെ പാത്ത് ഈ ഒരു രണ്ട് സിമ്പിളിന് ശേഷം നമ്മൾ ഫസ്റ്റ് ലൈനായിട്ട് കൊടുക്കും. അപ്പൊ നമുക്ക് സിസ്റ്റത്തിന് ആ ഒരു ഫയൽ റൺ ചെയ്യുമ്പോൾ മനസ്സിലാവും സിസ്റ്റത്തിന് ബാഷ് ഷെല്ലാണ് ഇന്റർപ്രറ്റ് ചെയ്യേണ്ടത്. അതായത് ടെൽസ് ദി സിസ്റ്റം വിച്ച് ഇന്റർപ്രിറ്റർ ഷുഡ് റൺ ദി സ്ക്രിപ്റ്റ്. ഏത് ഇന്റർപ്രിറ്റർ ആണ് സ്ക്രിപ്റ്റ് റൺ ചെയ്യേണ്ടത് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷെബാങ് കൊടുക്കുന്നത്. Why is Shebang is important? The Shebang makes sure your script run with the correct interpreter. അതായത് ബാഷ് ഷെല്ല്, SH ഷെല്ല്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഷെൽസ് ഉണ്ട്. അപ്പൊ ഷെബാങ് നമ്മൾ കറക്റ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിന് മനസ്സിലാവും ഏത് ഇന്റർപ്രിറ്റർ, ഏത് ഷെല്ലാണ് റൺ ചെയ്യേണ്ടത്, ഏത് ഷെല്ലാണ് ഇൻവോക്ക് ചെയ്യേണ്ടത്, ഏത് ആ ഫയല് ഏത് ഷെൽ പ്രകാരമാണ് റൺ ചെയ്യേണ്ടത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇഫ് യു ഡോണ്ട് റൈറ്റ് എ ഷെബാങ്, നമ്മൾ ഷെബാങ് കൊടുത്തില്ലെങ്കിൽ ഡീഫോൾട്ട് ഷെൽ വിൽ റൺ ദി സ്ക്രിപ്റ്റ്. ഡീഫോൾട്ട് ആയിട്ട് ഷെല്ല് നമ്മുടെ ബാഷ് ഷെല്ലാണ്, ചിലതിൽ ബാഷ് ആയിരിക്കില്ല. അപ്പൊ ഡീഫോൾട്ട് ആയിട്ടുള്ള ഷെല്ലായിരിക്കും റൺ ചെയ്യുക ഷെബാങ് ക്യാരക്ടർ കൊടുത്തില്ലെങ്കിൽ. ഡിഫറെന്റ് ഷെൽസ് ലൈക്ക് BSH, SH, ZSH ഹാവ് ഡിഫറെന്റ് ഫീച്ചേഴ്സ് ആൻഡ് സിൻഡെക്സ്. ഓരോ ഷെല്ലിനും അതിൻ്റെതായ ഫീച്ചേഴ്സും അതിൻ്റെതായ സിൻഡെക്സും ഉണ്ട്. അപ്പൊ മിസ് ചെയ്യാണ്ട് ഫസ്റ്റ് ലൈനിൽ നമ്മൾ കൊടുക്കുക. അപ്പൊ നമ്മുടെ ബാഷ് ഷെല്ലായതുകൊണ്ട് ജസ്റ്റ് നമ്മളൊരു ഷെൽ സ്ക്രിപ്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ ഈ ഒരു ലൈൻ പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് മിസ്സിംഗ് ദി ഷെബാങ് ക്യാൻ കേസ് എറേഴ്സ് ഓർ അൺഎക്സ്പെക്ടഡ് റിസൾട്ട്. അതായത് നമ്മൾ ഈ ഒരു ലൈൻ ഫസ്റ്റ് കൊടുത്തില്ലെങ്കിൽ എറേഴ്സോ അല്ലെങ്കിൽ അൺഎക്സ്പെക്ടഡ് റിസൾട്ടോ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് അവോയ്ഡ് ചെയ്യാൻ ഫസ്റ്റ് ലൈനിൽ നമ്മൾ ഈ ഒരു ലൈൻ കൊടുക്കുക. അതിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഞാനിപ്പോ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ ടെസ്റ്റ് കമന്റ് യൂസ് ചെയ്തു. അതിനുശേഷം ഫയൽ .sh ടൈപ്പ് ചെയ്തു. SH ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് ക്രിയേറ്റ് ആയി. ഞാൻ ഓപ്പൺ ആക്കണമെങ്കിൽ ഒന്നെങ്കിൽ നാനോ, അതിനുശേഷം ഫയൽ .sh ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ വിം എഡിറ്ററും യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ജസ്റ്റ് വിം യൂസ് ചെയ്യണം. വിം യൂസ് ചെയ്തിട്ട് ഫയൽ .sh ഓപ്പൺ ആക്കി. അതിനുശേഷം നമ്മൾ എന്താ കൊടുക്കുന്നത്? ഫസ്റ്റ് ഷെബാങ് ക്യാരക്ടർ കൊടുക്കുക, ഹാഷും പിന്നെ ക്വസ്റ്റ്യൻ മാർക്കും. ഇതാണ് നമ്മൾ പറഞ്ഞത്. ഹാഷ് ആദ്യം കൊടുക്കുക, പിന്നെ ക്വസ്റ്റ്യൻ മാർക്ക് അല്ല സോറി, ഈ എക്സ്ക്ലമേറ്ററി ആ ഒരു സിമ്പിൾ ഇല്ല, അത് ആശ്ചര്യ ചിഹ്നം അത് കൊടുക്കുക. അതിനുശേഷം പാത്ത് കൊടുക്കുക, പിന്നെ ബാഷ്. അതിനുശേഷം നമ്മളിപ്പോ എന്തെങ്കിലും കമന്റ് കൊടുക്കണമെങ്കിൽ എക്കോ ടൈപ്പ് ചെയ്തു. അതിനുശേഷം വെൽക്കം പ്രിന്റ് ചെയ്തു. അതിനുശേഷം എനിക്കിപ്പോ ഒരു നമ്പർ സ്റ്റോർ ചെയ്യണം വിചാരിക്കുക. ഒരു നമ്പർ സ്റ്റോർ ചെയ്യണമെങ്കിൽ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം, നം ഈക്വൽ ടു 45. അതിനുശേഷം എനിക്ക് ആ നമ്പർ പ്രിന്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക? വീണ്ടും എക്കോ നം ഈക്വൽ ടു 45 പ്രിന്റ് ചെയ്യണമെങ്കിൽ നം ഈക്വൽ ടു 45 ആണ് പ്രിന്റ് ചെയ്യേണ്ടത്. 45 എന്ന് പറഞ്ഞാൽ
നം എന്ന വേരിയബിളിലാണ് 45 സ്റ്റോർ ചെയ്തിട്ടുള്ളത്. ഒരു വേരിയബിളിൽ നമ്മൾ എന്തെങ്കിലും സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വേരിയബിളിന്റെ അകത്തെ വേരിയബിൾ പറഞ്ഞ ഒരു കണ്ടെയ്നർ ആണ്. നമുക്ക് എന്തെങ്കിലും സ്റ്റോർ ചെയ്യണമെങ്കിൽ അതിന്റെ അകത്ത് നമുക്ക് സ്ട്രിങ്, വാല്യൂസ്, നമ്പർ, പാത്ത് ഇതൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പൊ ഒരു വേരിയബിളിന്റെ അകത്ത് എന്തെങ്കിലും നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്രിന്റ് ചെയ്യണമെങ്കിൽ ഡോളർ സിമ്പിൾ യൂസ് ചെയ്യണം. ഡോളർ സിമ്പിൾ യൂസ് ചെയ്യുക. അതിനുശേഷം ആ വേരിയബിളിന്റെ നെയിം നമ്മൾ ജസ്റ്റ് ടൈപ്പ് ചെയ്യുക, ക്ലോസ് ചെയ്യുക. ഇനി നമ്മൾ ജസ്റ്റ് സേവ് ചെയ്യാൻ ജസ്റ്റ് സേവ് ചെയ്ത് വെക്കുക. ഇതാണ് നമ്മുടെ ഫയൽ. ഞാൻ ഇതിൽ കണ്ടന്റ് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ കാറ്റ് ഫയൽ ഡോട്ട് എസ് ടൈപ്പ് ചെയ്താൽ നമുക്ക് അതിന്റെ കണ്ടന്റ് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുള്ളത്. ഈ കോഡ് റൺ ചെയ്ത് എന്താ അതിന്റെ ഔട്ട്പുട്ട് കിട്ടുക? കോഡ് റൺ ചെയ്താൽ ആദ്യം ലൈൻ ബൈ ലൈൻ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുക. അതായത് ആദ്യം നമ്മുടെ സിസ്റ്റത്തിന് മനസ്സിലായി ബാഷ് ഷെല്ലാണ് ഈ ഒരു കോഡ് റൺ ചെയ്യാൻ ഇൻവോക്ക് ചെയ്യേണ്ടത്. അതിനാണ് നമ്മൾ ഷെബാങ് കൊടുത്തത്. ഈ ഒരു ബാഷ് ഷെല്ലാണ് ഇൻവോക്ക് ചെയ്യേണ്ടത്. അതിനുശേഷം ഫസ്റ്റ് ലൈൻ പ്രിന്റ് ആയി. ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് ഷെൽ സ്ക്രിപ്റ്റ് വർക്ക് ആവുക. ലൈൻ ബൈ ലൈൻ. അപ്പൊ എക്കോ വെൽക്കം പ്രിന്റ് ആയി. അതിനുശേഷം നമ്പർ 45 വന്നിട്ട് 45 എന്നുള്ള വാല്യൂ നം എന്ന വേരിയബിൾ സ്റ്റോർ ചെയ്തു. അതിനുശേഷം വീണ്ടും എക്കോ ടൈപ്പ് ചെയ്യണം. അപ്പൊ വീണ്ടും എക്കോ ടൈപ്പ് ചെയ്യുമ്പോൾ നം പ്രിന്റ് ചെയ്യും, ഈക്വൽ ടു പ്രിന്റ് ചെയ്യും. അതിനുശേഷം നമ്മൾ ഈ ഒരു സൈനിന്റെ അവിടെ നമ്മിന്റെ വേരിയബിളിന്റെ അകത്ത് എന്താണോ 45, ഇതിന്റെ ഔട്ട്പുട്ട് എന്താ കിട്ടുക? വെൽക്കം 45 എന്ന് കിട്ടുക. ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ ഇത് റൺ ചെയ്യണം. റൺ ചെയ്യാനുള്ള ഡിഫറെന്റ് മെത്തേഡ് ഉണ്ട്. 2 ടൈപ്പുള്ള മെത്തേഡ് ഉണ്ട്. ഒന്നെങ്കിൽ നേരെ ഡയറക്റ്റ് ബാഷ് ടൈപ്പ് ചെയ്യുക, BASH. അതിനുശേഷം ഫയൽ നെയിം കൊടുക്കുക, ഫയൽ ഡോട്ട് SH ടൈപ്പ് ചെയ്യുക. അതിനുശേഷം എൻ്റർ അടിക്കുക. അപ്പൊ അതിന്റെ ഔട്ട്പുട്ട് വെൽക്കം നം45 ഉണ്ട്. പിന്നെ ഡോട്ട് സ്ലാഷ് മെത്തേഡ് ഉണ്ട്. ഡോട്ട് സ്ലാഷ് കൊടുക്കുക. അതിനുശേഷം ഫയൽ നെയിം കൊടുക്കുക, ഫയൽ ഡോട്ട് SH. അതിനുശേഷം ഫയൽ നെയിം കൊടുത്തിട്ട് എൻ്റർ അടിക്കുക. പക്ഷെ ഇങ്ങനെ എൻ്റർ അടിക്കുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് കിട്ടില്ല. അതിന് മുന്നേ നമ്മൾ എക്സിക്യൂട്ടബിൾ ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കണം. ജസ്റ്റ് ഒന്ന് ഷോ ചെയ്യാം. കണ്ട ഡോട്ട് ഫയൽ ഡോട്ട് SH ചെയ്തപ്പോൾ പെർമിഷൻ ഡിനൈഡ്, പെർമിഷൻ ഇല്ലാതെ കാണിക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ പെർമിഷൻ്റെ ഒന്നും ആവശ്യമില്ല, നിങ്ങൾക്ക് നേരെ ഔട്ട്പുട്ട് കിട്ടും. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ CHmod കമന്റ് യൂസ് ചെയ്തിട്ട് പെർമിഷൻ മാറ്റണം. CHmod കൊടുക്കുക +X. അതിനുശേഷം ഫയൽ നെയിം കൊടുക്കുക, ഫയൽ ഡോട്ട് SH. ആദ്യം ഇങ്ങനെ ചെയ്യണം. അത് CHmod ചെയ്താൽ നമുക്ക് അതിനുശേഷം അതിന്റെ ഓപ്ഷൻ +X കൺട്രോൾ ഓപ്ഷൻ കൂടി കൊടുക്കുമ്പോൾ എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടിയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ആദ്യം ഈ ഒരു ലൈൻ റൺ ചെയ്തതിനു ശേഷം മാത്രമേ ഈ ഒരു ലൈൻ റൺ ചെയ്യാൻ പറ്റുള്ളൂ. ആദ്യം ഇങ്ങനെ റൺ ചെയ്യുക, ജസ്റ്റ് എൻ്റർ അടിക്കുക. അതിനുശേഷം ഞാൻ ഡോട്ട് സ്ലാഷ് ഫയൽ ഡോട്ട് SH കൊടുത്താൽ ഈ ഒരു ഔട്ട്പുട്ട് കിട്ടും. ജസ്റ്റ് എൻ്റർ അടിച്ചു കൊണ്ടാ വെൽക്കം നം 45. ഇപ്പൊ 2 മെത്തേഡ് ഉണ്ട് റൺ ചെയ്യാം. ഒന്നെങ്കിൽ ബാഷ് ടൈപ്പ് ചെയ്യുക, അതിനുശേഷം ഫയൽ നെയിം കൊടുക്കുക. അല്ലെങ്കിൽ ആദ്യം ഈ കണ്ട CHmod +X ഫയൽ ഡോട്ട് SH കൊടുത്തതിനു ശേഷം എക്സിക്യൂട്ടബിൾ ആയിട്ട് കൺവേർട്ട് ചെയ്യുക. അതിനുശേഷം ഡോട്ട് സ്ലാഷ് ഫയൽ ഡോട്ട് SH കൊടുക്കുക. നമ്മളിപ്പോ പറഞ്ഞ 2 മെത്തേഡ് ഏതാണ്? നോ ഷെബാങ് കൊടുത്തില്ലെങ്കിൽ എന്തുണ്ടാവാണ് ഇവിടെ ഇതിലുള്ളത്? ഷെബാങ് is a special line at the beginning of a script that tells the operating system which interpreter, അതായത് ഏത് ഷെല്ലാണ് ഇൻവോക്ക് ചെയ്യേണ്ടത്, ഏത് ഷെല്ല് വെച്ചിട്ടാണ് ആ ഒരു ഫയലിൽ എഴുതിയ കോഡ് റൺ ചെയ്യേണ്ടത്. അത് നമ്മൾ ഷെബാങ് കൊടുത്താലാണ് മനസ്സിലാവുക. ഷെബാങ് പറഞ്ഞാൽ ഈ ഒരു 2 ക്യാരക്ടർ കൊടുക്കും. അതിനുശേഷം ഏത് ഷെല്ലാണോ അതിന്റെ അബ്സല്യൂട്ട് പാത്തും കൊടുക്കും. വിത്തൗട്ട് ഇറ്റ് ദി സിസ്റ്റം ഡസന്റ് നോ വിച്ച് ഷെൽ ടു ഇൻവോക്ക്. ഇത് നമ്മൾ കൊടുത്തില്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിന് മനസ്സിലാവില്ല ഏത് ഷെല്ലാണ് ഇൻവോക്ക് ചെയ്യേണ്ടത്. നമ്മൾ പറഞ്ഞ 2 രീതിയിൽ നമുക്ക് ബാഷ് സ്ക്രിപ്റ്റ് റൺ ചെയ്യാൻ പറ്റും. ഒന്നെങ്കിൽ ബാഷ് ടൈപ്പ് ചെയ്യുക, അതിനുശേഷം ഫയലിന്റെ നെയിം കൊടുക്കുക. ഇതൊരു എക്സാമ്പിൾ ആണ്. നമ്മുടെ ഇവിടെ ഞാൻ ക്രിയേറ്റ് ചെയ്ത ഫയലിന്റെ നെയിം ഫയൽ ഡോട്ട് SH ആണ്. അപ്പൊ ഇവിടെ എന്താ വരിക? ബാഷ് മൈ സ്ക്രിപ്റ്റ് ഡോട്ട് SHന് പകരം ബാഷ് ഫയൽ ഡോട്ട് SH ആണ് വരിക. ഇതിൽ ഡസ് നോട്ട് റിക്വയർ എക്സിക്യൂട്ട് പെർമിഷൻ. എക്സിക്യൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ ആവശ്യമില്ല. ജസ്റ്റ് ബാഷ് ടൈപ്പ് ചെയ്യുക, ഫയൽ നെയിം അടിക്കുക. പിന്നെ രണ്ടാമത്തെ മെത്തേഡ് ആണ് ഡോട്ട് സ്ലാഷ് മെത്തേഡ്. അതിൽ നമ്മൾ ഡോട്ട് സ്ലാഷ് മെത്തേഡ് കൊടുക്കുന്നതിന് മുന്നേ CHmod +X മൈ സ്ക്രിപ്റ്റ് ഡോട്ട് SH. മൈ സ്ക്രിപ്റ്റ് ഡോട്ട് SHന് പകരം നമ്മുടെ ഫയൽ എന്താ? ഫയൽ ഡോട്ട് SH. കണ്ടാ CHmod +X ഫയൽ ഡോട്ട് SH അത് കൊടുക്കണം. ഈ +X പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? പ്ലസ് ഇൻഡിക്കേറ്റ്സ് അഡീഷൻ, എക്സ് റെപ്രസെന്റ്സ് ദി എക്സിക്യൂട്ടബിൾ പെർമിഷൻ. അപ്പൊ +X കൂടി കൊടുത്താൽ ആ CHmod കുറച്ച് അഡീഷണൽ ഓപ്ഷൻസ് ഉണ്ട്. അത് നമുക്ക് പിന്നെ നോക്കാം. തൽക്കാലം +X കൂടി ഒരുമിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? എക്സിക്യൂട്ടബിൾ പെർമിഷൻ കൂടി ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ +X എന്ന് കൊടുക്കുന്നത്. അപ്പൊ ആദ്യം CHmod +X ഫയൽ നെയിം കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഡോട്ട് സ്ലാഷ് ആ ഫയൽ നെയിം വീണ്ടും കൊടുക്കുക. ഇതിന്റെ ഡിഫറൻസ് എന്താ? 2 മെത്തേഡില് ആദ്യത്തേല് ബാഷ് കൊടുക്കുക, ഫയൽ നെയിം കൊടുക്കുക. രണ്ടാമത്തേല് ഇതാണ് കൊടുക്കേണ്ടത്. പക്ഷെ ഇതിനു മുന്നേ നമ്മൾ നീഡ്സ് CHmod +X, അതായത് നമ്മൾ പെർമിഷൻ ആവശ്യമുണ്ട്. ഇതിൽ പെർമിഷൻ ആവശ്യമില്ല ഫസ്റ്റത്തെ മെത്തേഡ്. ഇതാണ് മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ്. 2 മെത്തേഡ് കൂടെ നമുക്ക് ഒരു ഷെൽ സ്ക്രിപ്റ്റ് നമുക്ക് റൺ ചെയ്യാൻ പറ്റും. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ് നോക്കാം.